നാടുപൊരുതി നേടിയ അവകാശങ്ങളിൽ നിന്നും പിന്നോട്ട് നടക്കാനാണ് കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആവശ്യപ്പെടുന്നത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ കൂട്ടാക്കാഞ്ഞ അധ്യാപകരും കൂടെ പഠിക്കാൻ തയ്യാറാവുന്ന വിദ്യാർത്ഥികളും ഉള്ളിടത്തേക്കാണ് അയ്യങ്കാളി പഞ്ചമി എന്ന പെൺകുട്ടിയുടെ കൈപിടിച്ച് പഠിപ്പിക്കാനിറങ്ങിയത്. അവിടുന്നാണ് പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ലെന്ന മുദ്രാവാക്യത്തിലൂടെ സാർവത്രിക വിദ്യാഭ്യാസം എന്ന മാറ്റത്തിലേക്ക് കേരളം എത്തിയത്. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ അടിമ ഉടമ ബന്ധമില്ലെന്ന് ഒരു നല്ല അധ്യാപകനും അടിമയുടമ ബന്ധമാണെന്ന് പറയില്ല. പരസ്പര സ്നേഹത്തിൻ്റെയും കാലം കെടുത്താത്ത അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൻ്റെയും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ശ്രീനാരായണ ഗുരു നിഷ്കർഷിച്ച പരസ്പര ബഹുമാനത്തിൻ്റെ മാർഗമാണ് മലയാളിയുടെ സനാതനത്വം. അവിടെ ഭാരതീയ പാരമ്പര്യം പറഞ്ഞ അധ്യാപകരുടെ കാൽ കഴുകി ചന്ദനം ചാർത്താൻ പറയുന്നത് വിദ്യ അധ്യാപകന്റെ ഔദാര്യം എന്ന ചിന്തയിൽ നിന്നാണ്. വിധേയപ്പെടലാണ് ബഹുമാനമെന്ന പ്രതീതി സൃഷ്ടിച്ച് സംഘപരിവാർ ആശയങ്ങൾ നടപ്പാക്കുന്നതിനെ പ്രതിരോധിക്കേണ്ടേ? കാവിക്കൊടിയേന്ത്യ ഭാരതാംബയ്ക്ക് ശേഷം അധ്യാപകരുടെ പാദപൂജ എന്ന വിഷയവുമായി ഗവർണർ എത്തുന്നത് എന്തിന്റെ സൂചനയാണ്? വന്ദിക്കാൻ പാദപൂജയോ എന്നതാണ് ചോദ്യം.